വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു സവോള അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി പച്ചമുളകും, അതിൽ വെളുത്തുള്ളി കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു തക്കാളി അരിഞ്ഞാണ്. തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. പഴുത്ത തക്കാളി ആകുമ്പോഴത്തേക്ക് അത് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. കുറച്ച് ഉപ്പ്. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ. ഇതിവിടെ എല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമ്മളെപ്പോഴും ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണമായിരിക്കും നല്ലത്. നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ മുട്ട കേടാണെങ്കിൽ നമ്മൾ അത് കളയേണ്ടി വരും മൊത്തം. ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞൊന്ന് തോർന്ന് വരുമ്പോഴത്തേക്ക് വേണം ഇതിനകത്തേക്ക് നമുക്ക് പാലൊക്കെ ചിരിയിട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ടൊന്ന് തോർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാലൊക്കെ ചിരി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതായിരുന്നു. ബാക്കിയുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വെന്തതിന് ശേഷം തരിയോടുകൂടി പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് കുരുമുളക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് പാലക്ക് ചീരയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ തരിയോട് പൊടിച്ചിട്ട് വേണം കുരുമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി നന്നായിട്ട് പൊടിക്കേണ്ട, ചെറിയ തരി വേണം കുരുമുളകിനകത്ത്. മുട്ട ചേർക്കുന്നില്ല, കുരുമുളകിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് എല്ലാ തോരൻ പോലെയല്ല, പാലക്ക് ചീര ആയതുകൊണ്ട് കുറച്ച് നനവോട് കൂടി ഇരിക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ.